ഒരു വ്യക്തിയെ റിമാൻഡ് ചെയ്യണമെങ്കിൽ അവരുടെ കൈപിടിച്ച് മോശമായിട്ട് എന്തെങ്കിലും ചെയ്തു എന്ന് ആരോപിച്ചിരിക്കാം. ആ ഒരു രഹസ്യമൊഴിയാണ്, നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അതാണ് അവിടെ നടന്നിട്ടുള്ളത്. അല്ലാതെ കമന്റ് ഇട്ടെന്നോ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് പറഞ്ഞ ഒരാളിനെ റിമാൻഡ് ചെയ്യാൻ പറ്റില്ല. റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തോ മോശമായിട്ട് അവരെ പെരുമാറി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, സന്തോഷമായിട്ട് അവിടെ നിന്ന് പിരിയുകയും ബോബി ചെമ്മണ്ണൂരിനെ പറ്റി നല്ല അഭിപ്രായം പറയുകയും അവരുടെ ഫേസ്ബുക്കിൽ അത് ഷെയർ ചെയ്യുകയും 4 മാസങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിനും ഏതാനും ദിവസങ്ങൾക്ക് മുൻപെയാണ് ഈ ആരോപണം വരുന്നത്. ഈ ജാമ്യാപേക്ഷയിൽ പോലും പരാതിക്കാരിയെ അധിക്ഷേപിക്കുന്ന സമീപനമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തിയതെന്ന കോടതിയുടെ നിരീക്ഷണം, വിമർശനം, ഇതൊക്കെയുള്ള പശ്ചാത്തലത്തിൽ അജിത് കുമാർ പറയുന്ന ഓരോ വാക്യങ്ങളിലും സ്ത്രീ വിരുദ്ധതയുണ്ട്, കോടതി അലക്ഷ്യമുണ്ട്, നിയമവിരുദ്ധതയുടെ ഘടകമുണ്ട്. അത് സൂക്ഷിച്ച് സംസാരിച്ചാൽ വട്ടിയൂർക്കാവിന് കൊള്ളാം, അല്ല അജിത് കുമാറിന് കൊള്ളാം.